ചിലിയുടെ ആകാശത്ത് അടുത്തിടെ പ്രത്യക്ഷപ്പെട്ട നിഗൂഢമായ ഒരു പറക്കുന്ന വസ്തു ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞരിലും സാധാരണക്കാരിലും ഒരുപോലെ കൗതുകവും അതിലേറെ ഭയവും നിറച്ചിരിക്കുകയാണ്. വിശദീകരിക്കാനാകാത്ത ഇത്തരം പ്രതിഭാസങ്ങൾ കാണുമ്പോൾ മനുഷ്യൻ സ്വാഭാവികമായും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളിലേക്ക് വഴുതി വീഴാറുണ്ട്. ലോകം മുഴുവൻ സാമ്പത്തികവും രാഷ്ട്രീയവുമായ വലിയ മാറ്റങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ സമയത്ത് 2026 എന്ന വർഷത്തെക്കുറിച്ചുള്ള ഭീതിജനകമായ ചർച്ചകൾ ഇന്റർനെറ്റിൽ അങ്ങനെ വീണ്ടും സജീവമാവുകയാണ്. ബാൽക്കൻസിലെ നോസ്ട്രഡാമസ് എന്നറിയപ്പെടുന്ന അന്ധയായ ബൾഗേറിയൻ പ്രവാചക ബാബ വാങ്കയുടെ പേരിലുള്ള പ്രവചനങ്ങളാണ് ഇതിന് പ്രധാന കാരണം. 1996 അന്തരിച്ച വാങ്കേലിയ പാണ്ഡേവ ദിമിട്രോവ എന്ന ബാബ വാങ്കയുടെ പേരിൽ പ്രവചിക്കുന്ന കാര്യങ്ങൾ ലോകത്തെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കോ സമാനതകളില്ലാത്ത സാമ്പത്തിക തകർച്ചയിലേക്കോ വിരൽ ചൂണ്ടുന്നുണ്ടോ എന്ന ചോദ്യം ഇന്ന് ഏറെ പ്രസക്തമാണ്. എന്നാൽ ഈ പ്രചരണങ്ങളിലെ വസ്തുതകളും അതിനു പിന്നിലെ യാഥാർത്ഥ്യങ്ങളും ശാസ്ത്രീയമായി തന്നെ നാം പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് പശ്ചിമേഷ്യയിലെ രൂക്ഷമായ സംഘർഷങ്ങളാണ്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പോരാട്ടം അനുദിനം വഷളാവുകയും ഇതിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള വൻ ശക്തികൾ നേരിട്ടോ അല്ലാതെയോ ഇടപെടുകയും ചെയ്യുന്നത് ആഗോള സമാധാനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ റഷ്യ യുക്രൈൻ യുദ്ധവും ചൈന തായ്വാൻ അതിർത്തിയിലെ പുകയുന്ന പ്രശ്നങ്ങളും കൂടിയാകുമ്പോൾ 2026 ഒരു വൻകിട ലോക മഹായുദ്ധം നടക്കുമെന്ന ബാബ വാങ്കയുടെ പ്രവചനം പലർക്കും വളരെ വേഗം വിശ്വസനീയമായി തോന്നാം. സോഷ്യൽ മീഡിയയിലും മറ്റും പ്രചരിക്കുന്ന വാർത്തകൾ ഈ സംഘർഷങ്ങൾ ഒരു ആണവ യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം ഇതിൽ നിന്നും വളരെ അകലെയാണ്. 2026 ഒരു ആണവ യുദ്ധം നടക്കുമെന്ന് ബാബ വാങ്കെ കൃത്യമായി പറഞ്ഞിട്ടുള്ളതിന് യാതൊരുവിധ അടിസ്ഥാന രേഖകളോ തെളിവുകളോ ഇന്നുവരെ ലഭ്യമായിട്ടില്ല. അവരുടെ അനുയായികൾ വാങ്കയുടെ അവ്യക്തമായ ചില വാക്കുകളെ വ്യാഖ്യാനിക്കുകയും ഇന്നത്തെ കാലത്തെ സംഭവ വികാസങ്ങളുമായി അതിനെ കൂട്ടിവായിക്കുകയുമാണ് ചെയ്യുന്നത്. ലോകം വലിയൊരു യുദ്ധത്തിലേക്ക് നീങ്ങുമെന്നോ ആണവായുധങ്ങൾ പ്രയോഗിക്കപ്പെടുമെന്നോ ഉള്ള വാദങ്ങൾ ഭയം വിൽക്കുന്ന ചില വെബ്സൈറ്റുകളുടെയും ഫോർവേഡ് മെസ്സേജുകളുടെയും സൃഷ്ടി മാത്രമാണ്. നയതന്ത്ര തലത്തിലുള്ള സങ്കീർണതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗിക ഇന്റലിജൻസ് റിപ്പോർട്ടുകളോ അന്താരാഷ്ട്ര നിരീക്ഷകരോ 2026 ഒരു ആണവ യുദ്ധം പ്രവചിക്കുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന വസ്തുത. യുദ്ധഭീതിക്ക് പുറമെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന മറ്റൊരു പ്രവചനം 2026 ആഗോള സാമ്പത്തിക തകർച്ചയുമായി ബന്ധപ്പെട്ടതാണ്. ഇതിനെ ക്യാഷ് ക്രഷ് എന്നാണ് ഈ പ്രവചനങ്ങളിൽ വിശേഷിപ്പിക്കുന്നത്. ഭൗതികമായ പണവും, അതായത് ഫിസിക്കൽ മണി, ഡിജിറ്റൽ സാമ്പത്തിക സംവിധാനങ്ങളും ഒരേ സമയം തകർന്നടിയുമെന്നും ഇത് ബാങ്കിംഗ് മേഖലയുടെ തകർച്ചയ്ക്കും നാണയപ്പെരുപ്പത്തിനും കാരണമാകുമെന്നുമാണ് പ്രചാരണം. ഈ വാദത്തിന് ഇന്ന് ഇത്രയധികം സ്വീകാര്യത ലഭിക്കാൻ ഒരു പ്രധാന കാരണവുമുണ്ട്. ലോകം ഇപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. ആഗോളതലത്തിൽ ടെക് കമ്പനികൾ നടത്തുന്ന കൂട്ട പിരിച്ചുവിടലുകൾ, ഉയർന്ന പലിശ നിരക്കുകൾ, ക്രിപ്റ്റോ കറൻസി വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾ എന്നിവ സാധാരണക്കാരുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തെ ബാധിച്ചിട്ടുണ്ട്. മനുഷ്യർക്ക് സാമ്പത്തികമായ സുരക്ഷിതാവസ്ഥ അനുഭവപ്പെടുമ്പോൾ ഇത്തരം പ്രവചനങ്ങളെ അവർ പെട്ടെന്ന് വിശ്വസിക്കാൻ തുടങ്ങും. സാമ്പത്തിക വിദഗ്ധർ ഈ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയും ഇതിനെ ഒരു കപടശാസ്ത്രമായി കാണുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് സത്യം. വിപണിയിലെ ഏറ്റക്കുറച്ചിലുകൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ഒരു സാധാരണ പ്രക്രിയ മാത്രമാണ്. സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കൊപ്പം ഡിജിറ്റൽ സാമ്പത്തിക സംവിധാനങ്ങൾ കൂടുതൽ സുരക്ഷിതമാക്കാനുള്ള ശ്രമങ്ങളാണ് ലോകമെമ്പാടുമുള്ള സെൻട്രൽ ബാങ്കുകൾ നടത്തുന്നത്. അതിനാൽ എല്ലാം തകർന്നടിയുമെന്ന ഒരു പ്രചരണത്തിന് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ യാതൊരു പിന്തുണയുമില്ല. ബാബ വാങ്കയുടെ പ്രവചനങ്ങളിൽ ഏറ്റവും കൗതുകമുണർത്തുന്ന മറ്റൊരു ഭാഗം സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടതാണ്. 2026 നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ ശാസ്ത്രജ്ഞർക്ക് ഒരു വലിയ തിരിച്ചറിവുണ്ടാകുമെന്നും തങ്ങൾ വളരെ ദൂരം മുന്നോട്ട് പോയി എന്ന് അവർക്ക് ബോധ്യപ്പെടുമെന്നും പ്രവചനം പറയുന്നു. ഇത് തികച്ചും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിലൊന്നാണ് AI-യുടെ ധാർമ്മികത. നിർമ്മിത ബുദ്ധി മനുഷ്യന്റെ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുമോ അതോ മനുഷ്യരാശിക്ക് തന്നെ ഭീഷണിയാകുമോ എന്ന ആശങ്ക നിലവിലുണ്ട്. AI സാങ്കേതിക വിദ്യയ്ക്ക് കൃത്യമായ നിയന്ത്രണങ്ങൾ വേണമെന്ന് ടെക് ലോകത്തെ പ്രമുഖർ തന്നെ ആവശ്യപ്പെടുന്ന ഒരു സമയത്താണ് ഈ പ്രവചനം വൈറലാകുന്നത്. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് 2026 നവംബറിൽ അന്യഗ്രഹ ജീവികളുമായി മനുഷ്യർ ബന്ധം സ്ഥാപിക്കുമെന്ന പ്രവചനവും. ഭൂമിക്ക് സമീപത്തേക്ക് വളരെ വലിയൊരു അന്യഗ്രഹ വാഹനം എത്തുമെന്നാണ് പ്രചരിക്കുന്ന കഥകൾ. ചിലിയിൽ അടുത്തിടെ കണ്ട നിഗൂഢമായ പറക്കുന്ന വസ്തു പോലെയുള്ള സംഭവങ്ങൾ, അതായത് UFO പോലെയുള്ളവ ഈ പ്രവചനങ്ങൾക്ക് ആക്കം കൂട്ടുന്നു. എന്നാൽ ശാസ്ത്രലോകം ഇത്തരം വാദങ്ങളെ പുച്ഛിച്ചു തള്ളുകയാണ് ചെയ്യുന്നത്. പ്രപഞ്ചത്തിൽ നാം ഒറ്റയ്ക്കായിരിക്കില്ല എന്നത് ശാസ്ത്രീയമായി സാധ്യതയുള്ള കാര്യമാണെങ്കിലും 2026 കൃത്യമായി ഒരു അന്യഗ്രഹ പേടകം ഭൂമിയിലെത്തുമെന്ന് പറയാൻ യാതൊരുവിധ ശാസ്ത്രീയ അടിത്തറയുമില്ല. ഇത്തരം പ്രവചനങ്ങൾ സയൻസ് ഫിക്ഷൻ സിനിമകളിലെ രംഗങ്ങൾ പോലെ ജനങ്ങളെ രസിപ്പിക്കാനോ ഭയപ്പെടുത്താനോ മാത്രമേ ഉപകരിക്കൂ. ചരിത്രകാരന്മാരും ഗവേഷകരും ബാബ വാങ്കയുടെ പ്രവചനങ്ങളെക്കുറിച്ച് നടത്തുന്ന നിരീക്ഷണങ്ങൾ നാം മുഖവിലേക്ക് എടുക്കേണ്ടതുണ്ട്.
അവരുടെ പല പ്രവചനങ്ങളും കാലക്രമേണ പരിഭാഷപ്പെടുത്തുമ്പോഴോ അല്ലെങ്കിൽ വാമൊഴിയായി കൈമാറ്റം ചെയ്യപ്പെടുമ്പോഴോ വളരെയധികം മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. വളരെ അവ്യക്തമായ ചില സൂചനകൾ നൽകുക, പിന്നീട് ലോകത്തെന്തെങ്കിലും വലിയ സംഭവങ്ങൾ നടക്കുമ്പോൾ ഈ സൂചനകളെ ആ സംഭവവുമായി ബന്ധിപ്പിച്ച് പ്രവചനം ഫലിച്ചു എന്ന് അവകാശപ്പെടുക. ഇതാണ് ഇത്തരം പ്രവചനങ്ങളുടെ പിന്നിലെ മനഃശാസ്ത്രം. വാങ്കയുടെ പേരിൽ പ്രചരിച്ച പല കാര്യങ്ങളും മുൻപ് തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട്. സമൂഹത്തിൽ നിലനിൽക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങളായ കാലാവസ്ഥാ വ്യതിയാനം, യുദ്ധങ്ങൾ, സാമ്പത്തിക അസമത്വം എന്നിവയ്ക്കുള്ള പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഭാവിയെക്കുറിച്ചുള്ള ഇത്തരം കെട്ടുകഥകളിൽ വിശ്വസിച്ച് ഭയപ്പാടോടെ ജീവിക്കുന്നതിന് പകരം യാഥാർത്ഥ്യങ്ങളെ ശാസ്ത്രീയവും യുക്തിസഹവുമായ രീതിയിൽ സമീപിക്കുകയാണ് വേണ്ടത്. ഇന്റർനെറ്റിൽ വൈറലാകുന്ന ഇത്തരം പ്രചരണങ്ങൾ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ അരക്ഷിതാവസ്ഥകളെ ചൂഷണം ചെയ്ത് ഉണ്ടാക്കുന്ന കേവലം വിനോദാപാധികൾ മാത്രമാണെന്ന് തിരിച്ചറിയണം. ചുരുക്കത്തിൽ 2026 എന്ന വർഷം ലോകത്തിന് പുതിയ വെല്ലുവിളികൾ സമ്മാനിച്ചേക്കാം. അതൊരു പക്ഷേ രാഷ്ട്രീയമോ അല്ലെങ്കിൽ സാമ്പത്തികമോ ആയ മാറ്റങ്ങളാകാം. എന്നാൽ അത് ബാബ വാങ്കയോ മറ്റേതെങ്കിലും പ്രവാചകനോ പറഞ്ഞതുകൊണ്ടല്ല സംഭവിക്കുന്നത്. മറിച്ച് മനുഷ്യൻ്റെ തന്നെ തീരുമാനങ്ങളുടെയും പ്രവൃത്തികളുടെയും ബാക്കിപത്രമായിട്ടായിരിക്കും. അന്ധമായ ഭയത്തിന് പകരം സമാധാനവും പുരോഗതിയും ലക്ഷ്യമാക്കിയുള്ള നയതന്ത്ര ഇടപെടലുകൾക്കും ശാസ്ത്രീയ അന്വേഷണങ്ങൾക്കുമാണ് നാം മുൻഗണന നൽകേണ്ടത്. നമ്മുടെ ഭാവി എഴുതപ്പെട്ടിരിക്കുന്നത് പഴയ പ്രവചനങ്ങളിലല്ല, മറിച്ച് ഇന്ന് നമ്മൾ എടുക്കുന്ന യുക്തിസഹമായ തീരുമാനങ്ങളിലാണ്. ഇത്തരം ആശങ്കാജനകമായ വാർത്തകളെ യുക്തിബോധത്തോടെ മാത്രമേ നമ്മൾ സമീപിക്കാവൂ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.